أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മുക്കാൽ നൂറ്റാണ്ടു പിന്നിടുന്ന വൈജ്ഞാനിക സുഹൃതം. പഴയ വള്ളുവനാടിന്റെ ഹൃദയഭൂമിയായ പെരിന്തൽമണ്ണ മതവൈജ്ഞാനിക രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച പ്രദേശമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കം തെളിയിക്കുന്ന പള്ളികളും ജ്ഞാനദീപം തെളിയിച്ച പള്ളി ദർസുകളും ഈ നാടിന്റെ ഇസ്ലാമിക പാരമ്പര്യം വിളിച്ചോതുന്നു. ഉമ്മുൽ മദാരിസ് ജാമിയ നൂരിയയ്ക്ക് ഊർജം പകർന്നതും ഇവിടെ നിന്നാണ്. അൽഹംദുലില്ലാഹ്, വർത്തമാനം അഭിമാനകരമാണ്. ചരിത്രം അതിന്റെ യശസ്സിൽ ദീപ്തമാണ്. സ്വാതന്ത്ര്യാനന്തരം പൊതുവിദ്യാലയങ്ങളിൽ മതപഠനത്തിനുള്ള സൗകര്യം നീക്കം ചെയ്യപ്പെട്ട കാലഘട്ടം. പരിമിതികൾ നിറഞ്ഞ ഓത്തുപള്ളികൾ, ബദൽ സംവിധാനമെന്ന ആശയം സജീവമായി. ഉലമാ ഉമറ കൂട്ടായ്മയിൽ പലയിടങ്ങളിലും സ്കൂൾ മാതൃകയിൽ മദ്രസകൾ ആരംഭിച്ചു. 1951 വടകരയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വാർഷിക സമ്മേളനം മദ്രസാ പ്രസ്ഥാനത്തിന് ചരിത്രമുദ്ര പതിപ്പിച്ചു. പ്രാഥമിക ദീനീ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും മദ്രസാ പ്രസ്ഥാനത്തിന് വ്യക്തമായ ദിശാബോധം നൽകുകയും ചെയ്യുന്നതിനായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപം കൊണ്ടു. സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന പണ്ഡിത ശ്രേഷ്ഠൻ മൗലാന പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരായിരുന്നു ബോർഡിന്റെ പ്രഥമ പ്രസിഡന്റ്. തുടക്കം കുറിച്ച മദ്രസകൾ ഒന്നൊന്നായി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. മദ്രസാ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി ബഹുമുഖ പരിപാടികൾ സമസ്തയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വന്നു. വിപുലമായ രീതിയിൽ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ച് ബോർഡിൽ 15ാം നമ്പറായി രജിസ്റ്റർ ചെയ്ത വടകര ബുസ്താനുൽ ഉലൂം മദ്രസയുടെ പ്രഥമ വാർഷിക പരിപാടികൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവർ മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുമായി ചർച്ച നടത്തി. മദ്രസാ ബോർഡ് രൂപീകരിക്കപ്പെട്ട വടകരയിലെ പരിപാടി മദ്രസാ പ്രസ്ഥാനമെന്ന മഹിത ആശയം എല്ലാവരും ഏറ്റെടുക്കും വിധം ഗംഭീരമാക്കണമെന്ന് ബാഫഖി തങ്ങൾ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട്ട് തന്റെ പാണ്ഡ്യാലയിൽ ഇത് സംബന്ധിച്ച് യോഗം തങ്ങൾ വിളിച്ചുകൂട്ടി. സമസ്ത പ്രസിഡന്റ് മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി മൗലാന പറവണ്ണ ഉസ്താദ്, പാണക്കാട് പൂക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹത്തുക്കൾ ഒത്തുചേർന്ന് ബുസ്താനിന്റെ വാർഷികം വിപുലമായി നടത്താനും സമ്മേളനാധ്യക്ഷനായി ഹൈദരാബാദിലെ സയ്യിദ് നൂരിഷാ തങ്ങളെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു. പ്രമുഖ ഉലമാക്കളും പൗരപ്രമുഖരും ബുസ്താനിലെത്തി. ജാമിയ നൂരിയയുടെ പ്രധാന വാഖിഫ് മർഹൂം കറാച്ചി ബാപ്പു ഹാജി, മർഹൂം MSM ബാദ്ഷാ ഹാജി, മർഹൂം PP മുഹമ്മദ് ഹാജി എന്നിവരും പെരിന്തൽമണ്ണയിൽ നിന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തു. സാരസമ്പൂർണമായ തന്റെ അധ്യക്ഷ ഭാഷണത്തിൽ ദീനീ സംരംഭങ്ങൾക്ക് മുന്നിട്ടിറങ്ങി റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കാനും മദ്രസാ പ്രസ്ഥാനമെന്ന മഹിത ആശയം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്താനും ബഹുമാനപ്പെട്ട നൂരിഷാ തങ്ങൾ മുസ്ലിം കൈരളിയെ ഉണർത്തി. കേരള മുസ്ലിം സമൂഹത്തെ ആത്മീയ വിദ്യാഭ്യാസ ദൗത്യത്തിലേക്കുണർത്തിയ കനൽ പൊട്ടായിരുന്നു ആ ഉപദേശം. സയ്യിദ് നൂരിഷാ തങ്ങൾ റഹിമഹുല്ലാഹിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മർഹൂം ബാദ്ഷാ ഹാജി തന്റെ വസതിയിൽ വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിൽ നിന്നാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവനങ്ങൾക്കുമായി പെരിന്തൽമണ്ണയിൽ ഒരു സംഘം രൂപീകരിക്കാനും സംഘത്തിന്റെ കീഴിൽ ആദ്യ സംരംഭമായി മദ്രസ ആരംഭിക്കാനും തീരുമാനിക്കുന്നത്. മർഹൂം PPS മുസ്തഫ പൂക്കോയ തങ്ങൾ പ്രസിഡന്റും PP മുഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറിയും MS മുഹീദ്ദീൻ ബാദ്ഷാ ഹാജി ട്രഷററുമായി പ്രഥമ കമ്മിറ്റി രൂപീകരിച്ചു. കീശേരി ബാപ്പു ഹാജി, പട്ടാണി മുഹമ്മദ് ഹാജി, കീശേരി മുഹമ്മദ് സാഹിബ്, പച്ചേരി ഹംസ ഹാജി എന്നിവരായിരുന്നു സഹഭാരവാഹികൾ. ചരിത്രം കുറിച്ച ആ തുടക്കം ഇവിടെ നിന്നായിരുന്നു. 1951 മെയ് 16 മൗലാന പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന വിപുലമായ യോഗത്തിൽ വെച്ച് സംഘത്തിന് പെരിന്തൽമണ്ണ മൻഫഉൽ ഇസ്ലാം സംഘമെന്ന് നാമകരണം ചെയ്തു. KV മൊയ്തുട്ടിമാൻ എന്ന കറാച്ചി ബാപ്പു ഹാജി, പുത്തൻകോട്ട് മുഹമ്മദ് ഉണ്ണി സാഹിബ്, കിനാദിയിൽ ബാപ്പു ഹാജി, K കുഞ്ഞാപ്പുട്ടി സാഹിബ്, പറപ്പൂർ കുഞ്ഞഹമ്മദ് സാഹിബ്, പാറയിൽ അഹമ്മദ് മാസ്റ്റർ, MS അബ്ദുറഹ്മാൻ സാഹിബ്, കല്ലിങ്ങൽ അബ്ദു സാഹിബ്, പെരുമ്പള്ളി കുഞ്ഞിമമ്മു സാഹിബ്, AV മൂസ സാഹിബ്, കാരാട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ, ഊത്തക്കാടൻ വീരാൻ ഹാജി, കളപ്രമ്പിൽ അബ്ദു ഹാജി, മുണ്ടുമ്മൽ മൊയ്തീൻ കുട്ടി ഹാജി, കീശേരി മൂസ സാഹിബ്, അഹമ്മദ് എന്ന ബാപ്പു സാഹിബ് തുടങ്ങിയവരെ കൂടി കമ്മിറ്റി അംഗങ്ങളായി ഈ യോഗം തിരഞ്ഞെടുത്തു.
പ്രഥമ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്ന കിഴക്കേതിൽ കുഞ്ഞിമുഹമ്മദ് എന്ന കുഞ്ഞാൻ സാഹിബ്, മാട്ടുമത്തൊടി കുഞ്ഞായമു ഹാജി, പട്ടാണി മുഹമ്മദ് സാഹിബ് എന്നിവരും കിഴക്കേതിൽ മുഹമ്മദ് എന്ന കുഞ്ഞാൻ ഹാജിയും വിവിധ കാലഘട്ടങ്ങളിൽ സംഘത്തിന്റെ പ്രസിഡന്റുമാരായി സേവനം ചെയ്തവരാണ്. സ്ഥാപക ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹാജി തന്റെ വിയോഗം വരെ 4 പതിറ്റാണ്ടോളം കാലം സംഘത്തിന്റെ മുഖ്യ കാര്യദർശിയായി സ്തുത്യർഹമായി സേവനം ചെയ്ത മഹനീയ വ്യക്തിത്വമാണ്. സംഘത്തിന്റെ ശില്പിയും അരനൂറ്റാണ്ടോളം കാലം ഈ ദൗത്യത്തിന്റെ ജീവകിരണവുമായിരുന്ന മർഹൂം ബാദ്ഷാ ഹാജിയുടെ സേവനങ്ങൾ സ്ഥാപനത്തിന്റെ ചരിത്രത്തിൽ സ്വർണാക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ടതാണ്. കീശേരി അബ്ദുൽ ഖാദർ മാസ്റ്റർ, കണ്ണമ്പള്ളി ബാപ്പു ഹാജി, പട്ടുകുത്ത് കുഞ്ഞിപ്പു ഹാജി, ആലിക്കൽ ഹംസ ഹാജി, കൊളക്കാടൻ ഹംസ സാഹിബ്, കാട്ടുങ്ങൽ ഖാദർകുട്ടി സാഹിബ്, ആലിക്കൽ ഉമർ ഹാജി, പച്ചീരി അബ്ദുറഹ്മാൻ, മണ്ണിൽ മുഹമ്മദ്, KT അബൂബക്കർ സാഹിബ് എന്നിവരും വിവിധ കാലഘട്ടങ്ങളിൽ കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളുമായി പ്രവർത്തിച്ചവരാണ്. പരലോകപ്രാപ്തരായ ഈ നേതാക്കൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. മൻഫൗൽ ഇസ്ലാം സംഘത്തിന് കീഴിൽ 1951 ജൂലൈ 16 ശവ്വാൽ 11 മദ്രസയ്ക്ക് തുടക്കം കുറിച്ചു. പ്രവാചക ദൗത്യത്തിന്റെ പിന്തുടർച്ചാവകാശികളായ പണ്ഡിത ശ്രേഷ്ഠർ വിഭാവനം ചെയ്ത മഹത്തായ ഈ സംരംഭത്തിന് ലഭിച്ച മീറാസുൽ അംബിയ എന്ന നാമം ഈ മഹൽ പ്രസ്ഥാനത്തിന്റെ മഹത്വ പ്രഖ്യാപനമായിരുന്നു. 4 പതിറ്റാണ്ടുകാലം പെരിന്തൽമണ്ണ മഹല്ല് ഖാദിയും ഖതീബുമായിരുന്ന മർഹൂം കാരാട്ടിൽ പോക്കർ മുസ്ലിയാർ, കലംപറമ്പിൽ ഉസ്താദ് എന്ന പേരിൽ പ്രസിദ്ധനായ മർഹൂം മുഹമ്മദ് മുസ്ലിയാർ എന്നിവരുടെ ഓത്തുപള്ളികളിലെ വിദ്യാർത്ഥികളുമായാണ് മദ്രസയുടെ തുടക്കം. 1951 ഡിസംബർ 15 മർഹൂം പാണക്കാട് പൂക്കോയിൽ തങ്ങളാണ് മദ്രസയ്ക്ക് ശിലാസ്ഥാപനം നിർവഹിച്ചത്. തുടർന്നു നടന്ന മീലാദ് സമ്മേളനത്തിൽ മർഹൂം OPM ചെറുകോയിൽ തങ്ങൾ ആധ്യക്ഷം വഹിച്ചു. പ്രതിസന്ധികളുടെയും പരിമിതികളുടെയും കാലമായിരുന്നിട്ടും മഹത്തുക്കളുടെ ത്യാഗവും ആത്മാർപ്പണവും മദ്രസയെ വളർച്ചയിലെത്തിച്ചു. ദീനീ തൽപരരും ഉദാരമതികളുമായ ഒട്ടേറെ മഹനീയ വ്യക്തിത്വങ്ങളുടെ നിർലോഭമായ പിന്തുണയും റബ്ബിന്റെ അപാരമായ തൗഫീഖുമാണ് ഈ വലിയൊരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘത്തിനെ പ്രാപ്തമാക്കിയത്. സംഘത്തിന്റെ സ്വത്ത് വഖഫ് ചെയ്തവരുടെ കൂട്ടത്തിലും ആദ്യം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിത്വം മർഹൂം ബാദ്ഷാ ഹാജി തന്നെയാണ്. മർഹൂം കറാച്ചി ബാപ്പു ഹാജി, മർഹൂം പറമ്പൂർ മൊയ്തുട്ടി ഹാജി, മർഹൂം കൊടക്കാട്ടുതൊടി മൊയ്തുട്ടി സാഹിബ്, മർഹൂം കീശേരി ബാപ്പു ഹാജി, മർഹൂം പട്ടാണി കുഞ്ഞിമാൻ സാഹിബ്, മർഹൂം PP മുഹമ്മദ് ഹാജി, മർഹൂമ മണ്ണറോട്ടിൽ ഫാത്തിമ, മർഹൂമ കുരിക്കൽ തിത്തുമ്മ എന്നിവരും സംഘത്തിനു വേണ്ടി സ്വത്ത് വഖഫ് ചെയ്തവരാണ്. 3 ഘട്ടങ്ങളിലായാണ് ഇന്ന് കാണും വിധം മദ്രസയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഈ ഘട്ടങ്ങളിലെല്ലാം വലിയ ധനസഹായം നൽകിയവരാണ് മർഹൂം കല്ലടി ചെറിയ കുഞ്ഞഹമ്മദ് സാഹിബ്, കറാച്ചി ബാപ്പു ഹാജി, കണ്ണമ്പള്ളി ബാപ്പു ഹാജി എന്നിവർ. ഒട്ടനവധി ദീനീ സ്നേഹികൾ ഈ മഹൽ സംരംഭത്തെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. വാർഷിക പൊതുസമ്മേളനം, വാള് പരമ്പര, ആത്മീയ വിജ്ഞാന സദസ്സുകൾ, മദ്രസ ആത്മീയവും വൈജ്ഞാനികവുമായ ഒരു പ്രധാന കേന്ദ്രമായി മാറി. യഥാർത്ഥ ദീനീ പൈതൃകം വീണ്ടെടുക്കുന്നതിൽ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ മീറാസുൽ അംബിയ മദ്രസക്കായി. അത്യുജ്വല പ്രഭാഷകനും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന മർഹൂം B കുട്ടി ഹസൻ ഹാജി, N അബ്ദുള്ള മുസ്ലിയാർ പൂന്താനം, KT മാനു മുസ്ലിയാർ, P അബൂബക്കർ നിസാമി, പാറപ്പുറം AV ഇബ്രാഹിം നൂരി തുടങ്ങിയവർ മദ്രസാ വേദികളിലെ സ്ഥിരം പ്രഭാഷകരായിരുന്നു. പെരിന്തൽമണ്ണ പ്രദേശത്തെ ആദ്യ മദ്രസ എന്ന ഖ്യാതിയും മീറാസുൽ അംബിയയ്ക്കുള്ളതാണ്. ടൗൺ പ്രദേശങ്ങൾക്ക് പുറമെ പൊന്യാക്കുരിശി, കക്കൂത്ത്, വലിയങ്ങാടി, മാനത്മംഗലം, തേക്കിൻകോട്, കല്ലുവരമ്പ്, ജൂബിലി റോഡ് എന്നിവിടങ്ങളിൽ നിന്നുമെല്ലാം കുട്ടികൾ ഇവിടേക്കാണ് എത്തിയിരുന്നത്. മദ്രസയുടെ പ്രതാപകാലത്ത് 1200 വിദ്യാർത്ഥികളോളം ഇവിടെ പഠിച്ചിരുന്നു. പല ഷിഫ്റ്റുകളായി ക്രമീകരിച്ചാണ് ക്ലാസുകൾ നടന്നു വന്നിരുന്നത്. സ്വദർ മുഅല്ലിമും മാനേജറും ഉൾപ്പെടെ 30 അധ്യാപകർ വരെ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. 3.5 പതിറ്റാണ്ടുകാലത്തോളം സദർ മുഅല്ലിമായി സേവനം ചെയ്ത് വല്യുസ്താദ് എന്ന് എല്ലാവരാലും വിളിക്കപ്പെട്ടിരുന്ന പൊന്നാനിക്കടുത്ത മുദൂർ സ്വദേശി മർഹൂം P മുഹയ്യിദ്ദീൻ മുസ്ലിയാർ മദ്രസയുടെ ചരിത്രത്തിൽ പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. പെരിന്തൽമണ്ണയിലെ ആത്മീയ വൈജ്ഞാനിക രംഗത്ത് നിസ്തുല സേവനമാണ് മഹാനവറുകൾ
നിർവഹിച്ചത്. മാനേജറായി ദീർഘകാലം സേവനം ചെയ്ത മർഹൂം പി അബൂബക്കർ നിസാമി മദ്രസയുടെ പ്രവർത്തനം വളരെ വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായി പരിഷ്കരിച്ച വ്യക്തിത്വമാണ്. ദീനീ അറിവുകൾ നേടാൻ അവസരം ലഭിക്കാത്തവരെ ഉദ്ദേശിച്ച് അവരുടെ തൊഴിലുകൾക്ക് തടസ്സം വരാത്ത വിധം രാത്രിയിൽ പ്രത്യേക ദർസ് സംവിധാനവും മദ്രസയിൽ ഏർപ്പെടുത്തിയിരുന്നു. പ്രാഥമിക പഠനം മുതൽ ഉയർന്ന കിതാബുകൾ വരെ പഠിക്കുന്ന പല പ്രായക്കാരും ഈ ദർസിലുണ്ടായിരുന്നു. ചെറുകുളം EP മുഹമ്മദ് മുസ്ലിയാർ ബാക്കവി ദീർഘകാലം ഈ സംവിധാനത്തിൽ മുദരിസായിരുന്നു. പ്രത്യേക ഖുർആൻ പാരായണ ക്ലാസുകളും മദ്രസയിൽ ഏർപ്പെടുത്തിയിരുന്നു. സമസ്ത ചീഫ് ഖാരിയായിരുന്ന മർഹൂം ഖാരി ഹസൻ മുസ്ലിയാരുടെയും മർഹൂം കുഞ്ഞാപ്പു മുസ്ലിയാരുടെയും സേവനം ഈ രംഗത്ത് പ്രത്യേകം സ്മരണീയമാണ്. നിരവധി ഉസ്താദുമാരുടെ സേവനം കൊണ്ട് ഈ സ്ഥാപനം ധന്യമായിട്ടുണ്ട്. മീറാസുൽ അംബിയ മദ്രസയുടെ ബ്രാഞ്ച് എന്ന നിലയ്ക്ക് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ചതാണ് പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ജൂബിലി ജംഗ്ഷനിലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസയും മാനത്തുമംഗലം ബുസ്താനുൽ ത്വാലിബീൻ മദ്രസയും. ശേഷം പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിച്ച് അവരെ ചുമതലകൾ ഏൽപ്പിച്ചു. വിപുലമായ മീലാദ് ആഘോഷം സ്ഥാപിത കാലം മുതൽ മദ്രസയിൽ സംഘടിപ്പിച്ചിരുന്നു. പ്രമുഖ സാദാത്യങ്ങളുടെയും ഉലമാക്കളുടെയും സൂഫി വര്യരുടെയും സാന്നിധ്യം കൊണ്ട് ഈ വേദികൾ ധന്യമായിരുന്നു. മർഹൂം KKS തങ്ങൾ, മർഹൂം PVS തങ്ങൾ, മർഹൂം TKS തങ്ങൾ, ഒറവമ്പ്രം ഉണ്ണിക്കോയ തങ്ങൾ, ഹസ്രത്ത് ഷുഗൂരി ഷാ നൂരി എന്നീ മഹത്തുക്കൾ ഇവിടെ പ്രത്യേകം സ്മരിക്കപ്പെടേണ്ടവരാണ്. അരനൂറ്റാണ്ടിലേറെ കാലമായി അനാഥാഗതികളായ വിദ്യാർത്ഥികൾക്ക് മീലാദിനോടനുബന്ധിച്ച് നൽകിവരുന്ന പുതുവസ്ത്രം വിതരണം സമൂഹത്തിന്റെ ഹൃദയം കീഴടക്കിയ സുഹൃതമാണ്. മദ്രസയുടെ വാർഷിക സമ്മേളനങ്ങൾ ഏറെ പ്രസിദ്ധമായിരുന്നു. സയ്യിദ് നൂരി ഷാ തങ്ങൾ, മർഹൂം ബാഫഖി തങ്ങൾ, മർഹൂം പൂക്കോയി തങ്ങൾ, മർഹൂം മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ, മർഹൂം സദഖത്തുള്ള മുസ്ലിയാർ, മർഹൂം ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, മർഹൂം ഐനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, മർഹൂം TP ഹുസൈൻ മുസ്ലിയാർ, മർഹൂം മാണൂർ CM ബാപ്പു മുസ്ലിയാർ, മർഹൂം മൗലാന ഏലംകുളം മുഹമ്മദ് മുസ്ലിയാർ, മർഹൂം KP ഹുസ്മാൻ സാഹിബ്, മർഹൂം മാന്നാർ അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങി ഒട്ടനവധി മഹത്തുക്കൾ ഈ വേദിയിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചവരാണ്. ജാമിയ നൂരിയയിലേക്കുള്ള ആദ്യകാല സെലക്ഷൻ പരീക്ഷകൾക്ക് വേദിയായിരുന്നതും മീറാസുൽ അംബിയ മദ്രസയായിരുന്നു. നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം, തൊഴിൽ പരിശീലനം, ആൺകുട്ടികളുടെ ചേലാകർമ്മത്തിന് ക്യാമ്പ് സംഘടിപ്പിക്കൽ എന്നിവയെല്ലാം അനിവാര്യ ഘട്ടങ്ങളിൽ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർവഹിച്ചു വന്നിരുന്നു. അനാഥമയ്യത്തുകളുടെ പരിപാലനവും ഒരു കാലഘട്ടത്തിൽ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തിയിരുന്ന പ്രശംസനീയമായ സേവനമായിരുന്നു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 500-ാം നമ്പർ മദ്രസയായ മീറാസുൽ അംബിയ ഇന്ന് ഹയർ സെക്കൻഡറി വരെ പ്രവർത്തിക്കുന്നു. എല്ലാ ക്ലാസുകളിലും വിദ്യാർത്ഥികൾ മികച്ച പഠനവും വിജയശതമാനവും നേടുന്നു. സമസ്ത പൊതുപരീക്ഷകളിൽ ടോപ്പ്+, ഡിസ്റ്റിങ്ഷൻ എന്നിവ നേടി ഉയർന്ന നിലവാരം പുലർത്തുന്നതും അഭിമാനകരമാണ്. വേദികളിൽ വിദ്യാർത്ഥികൾ പ്രശംസനീയമാം വിധം കഴിവുകൾ പ്രകടമാക്കുന്നു. വിദ്യാർത്ഥികളെ എല്ലാ മേഖലകളിലും മാതൃകായോഗ്യരായി വളർത്തുന്നതിലും പ്രോത്സാഹിപ്പിക്കുന്നതിലും സദർ മുഅല്ലിം മുഹമ്മദ് കുട്ടി ഫൈസി, അസിസ്റ്റന്റ് സദർ അബൂ ഷമ്മാസ് മൗലവി എന്നിവരുടെയും അധ്യാപക വൃന്ദത്തിന്റെയും ആത്മാർത്ഥമായ പ്രയത്നങ്ങൾ അഭിനന്ദനാർഹമാണ്. പൂർവിക മഹത്തുക്കളുടെ പാത പിന്തുടർന്ന് പ്രസിഡന്റ് NA അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി PP ബാപ്പു ഹാജി, ട്രഷറർ ഹാജി MS സക്കീർ അഹമ്മദ് സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ മൻഫഉൽ ഇസ്ലാം സംഘം നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയതാണ്. വിദ്യാർത്ഥികൾക്ക് യാതൊരു ഫീസും കൂടാതെ പഠനത്തിന് അവസരമൊരുക്കുക എന്ന പൂർവ്വരീതി തുടർന്നു വരുന്നതിനോടൊപ്പം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം സൗജന്യ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം, നോട്ട്ബുക്കുകൾ, ബാഗ്, പ്രഭാത ക്ലാസുകളിൽ എത്തുന്നവർക്ക് ചായ, ലഘു പലഹാരം എന്നിവയെല്ലാം നൽകി വരുന്നു. നവീകരിച്ച മദ്രസയിൽ ആധുനിക സംവിധാനങ്ങളോടെ ഡിജിറ്റൽ ക്ലാസ് റൂമുകളും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കും വിജയശതമാനം ഉയർത്തുന്ന അധ്യാപകർക്കും പ്രോത്സാഹനമായി നേതാക്കളുടെ സ്മരണയിൽ അവാർഡും പ്രൈസ് മണിയും ഉപഹാരങ്ങളും നൽകി വരുന്നു. 43 വർഷത്തെ സേവനത്തിന് ശേഷം അനാരോഗ്യം മൂലം വിരമിച്ച
KP ഉമർ മൗലവി എന്ന ഇപ്പുസ്താദ്, അരനൂറ്റാണ്ട് പൂർത്തിയാക്കി ചരിത്രം സൃഷ്ടിച്ച അഷ്റഫ് ഉസ്താദ്, ഇവരെല്ലാം ഈ മഹൽ സ്ഥാപനത്തിലെ മാനേജ്മെന്റ് അധ്യാപക സൗഹൃദ സമീപനത്തിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. സംഘത്തിന്റെ സ്വത്തുവകകളുടെ മേൽനോട്ടം കാര്യക്ഷമമായി നിർവഹിക്കുന്ന കമ്മിറ്റി പുതുതായി MIS ഷോപ്പിംഗ് കോംപ്ലക്സ്, മർഹൂം ബാദുഷാ ഹാജിയുടെ സ്മരണയ്ക്കായി ശീതീകരിച്ച ഓഡിറ്റോറിയം എന്നിവ നിർമ്മിച്ചു. സംഘത്തിന്റെയും മദ്രസയുടെയും മികച്ച പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വൈസ് പ്രസിഡന്റുമാരായ PP ആലി ഹാജി, പാറയിൽ അബ്ദുള്ള സാഹിബ്, ജോയിന്റ് സെക്രട്ടറിമാരായ കിടിക്കേതിൽ ഉമർ ഫാറൂഖ്, PP ഖാജ മൊഹീദ്ദീൻ, അംഗങ്ങളായ കീശേരി അബ്ദുൽ ഖാദർ, PP അബൂബക്കർ, ആലിക്കൽ റഫീഖ്, അബൂബക്കർ സിദ്ദീഖ് പച്ചേരി, ഷിഹാബ് കാട്ടുങ്ങൽ എന്നിവർ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സർവ്വ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്ന സഹൃദയർ, ഏവരെയും റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശ്വാസവും വിജ്ഞാനവും ചേർന്ന 3/4 നൂറ്റാണ്ടിന്റെ മഹിമ കൂടുതൽ യശസ്സോടെ യാത്ര തുടരട്ടെ.